ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റ് വെച്ച് പറയുവാണ്. സോ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് 53.75 എന്ന പൈസ അയാൾ ലോൺ എടുക്കുകയാണ്. എന്നിട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുമെന്ന് പറയുകയാണ്. സോ ഇപ്പം അയാൾ ഈ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊന്നും അല്ല അടയ്ക്കുന്നതെങ്കിൽ 4 വർഷം കൊണ്ട് 5% പലിശ നിരക്കിൽ 6450 രൂപ എന്ത് ചെയ്യണം, തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷമാണ് പറയുന്നത്. അപ്പോൾ 4 വർഷം, സോ 5% ആദ്യത്തെ വർഷം. അങ്ങനെ എത്ര വർഷം ഉണ്ട്? 4 വർഷം. പിന്നെ ഒരു 100% ഓഫ് 53.75 നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുന്നത്. സോ അതിലൂടെ പ്രിൻസിപ്പളും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, എമൗണ്ട് കിട്ടത്തുള്ളൂ. ഇതിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട. 120%, 4 × 5 20, പിന്നെ 100%, അങ്ങനെ 120% ഓഫ് 53.75 കണ്ടാൽ മതി. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. 4 വർഷം എന്ന് പറയുമ്പോൾ ഓരോ വർഷം 5% ആകുമ്പോഴത്തേക്കും ഓരോ വർഷവും 20% വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അവസാനം ഈ ഓരോ വർഷത്തെയും 20% പ്ലസ് പ്രിൻസിപ്പൾ, സോ അതായത് 100%. അതിൻ്റെ ഫലമായിട്ട് 100 ഓൾറെഡി ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പം 5% വെച്ച് 4 വർഷമായിട്ട് അങ്ങനെ 20%, അങ്ങനെ 107% കണ്ടുപിടിക്കുക. സോ കണ്ടുപിടിക്കാൻ നമുക്ക് 64.50 വരും. സോ അവസാനം നമ്മൾ 64.50 ആയിരിക്കും തിരിച്ച് അടയ്ക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് 64.50 അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല, കാരണം നമ്മളിവിടെ ഈക്വലി ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ ഈ ഇൻസ്റ്റാൾമെൻറ്റ് കൺസെപ്റ്റ് ഇതാണ്, അതുപോലെ മനസ്സിലാക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര വർഷം ഉണ്ട്? ഒരു 1ാമത്തെ വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം, 4 വർഷം. 4 വർഷം കൊണ്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു നിൽക്കാൻ പറയുന്നത്. ഓടിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ആദ്യത്തെ വർഷം നമ്മൾ ചുമ്മാ കൊടുക്കുന്ന തുക ഞാൻ 100 യൂണിറ്റ് എന്ന് എടുക്കുകയാണ്. ആദ്യത്തെ വർഷം ഞാൻ 100 യൂണിറ്റ് കൊടുക്കുകയാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കണ്ട. 100 യൂണിറ്റ് ഞാൻ കൊടുത്തു. 100 യൂണിറ്റ് ഞാൻ കൊടുത്ത സ്ഥിതിക്ക് ഇനി 3 വർഷത്തേക്ക് ഈ 100 യൂണിറ്റിൻ്റെ പലിശ എനിക്ക് കൊടുക്കേണ്ടതില്ല. അതായത് അടച്ച തുകയുടെ പലിശ പിന്നീടുള്ള വർഷങ്ങളിൽ കൊടുക്കേണ്ട. സോ അതിൻ്റെ ഫലമായിട്ട് ഇനി കൊടുക്കാനുള്ള പൈസ ഈ 64.50 മൈനസ് 100 യൂണിറ്റിൻ്റെ 3 വർഷത്തെ പലിശ. അതായത് 100 യൂണിറ്റ് 3 വർഷത്തെ പലിശ എന്ന് പറയുമ്പോൾ ഒരു വർഷം 5% ഓഫ് 100 യൂണിറ്റ്, അങ്ങനെ 3 വർഷം. സോ അതിൻ്റെ ഫലമായിട്ട് ചെയ്യുമ്പം 64.50 മൈനസ് 5 × 3 15% ഓഫ് 100 യൂണിറ്റ്. അതായത് 100ൻ്റെ 15% എന്ന് പറഞ്ഞാൽ തന്നെ 15 ആണ്. അപ്പോൾ 100 യൂണിറ്റിൻ്റെ 15 യൂണിറ്റ്. സോ ഇനി 2ാമത്തെ വർഷവും നമ്മൾ 100 യൂണിറ്റ് കൊടുക്കുകയാണ്. അപ്പം ഇനി നമ്മൾ കൊടുക്കാനുള്ളത് ഇത്രേ ഉള്ളായിരുന്നു. ഇനി നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊന്നും അല്ലെങ്കിൽ ഈ വർഷം 100 കൊടുത്തു, പിന്നെ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പൈസ ആണ് ഇനി കൊടുക്കാൻ. അടുത്ത വർഷം നമ്മൾ 100 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഒരു വർഷം 100 യൂണിറ്റ് കൊടുത്തു, പിന്നെ കൊടുക്കുന്നില്ലെങ്കിൽ ഇത് നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടി വരും. ഇത്ര കൊടുത്താൽ മതി. 100 യൂണിറ്റ് 2ാമത്തെ വർഷം കൊടുത്തു. അടച്ച തുകയുടെ പലിശ പിന്നീടുള്ള വർഷങ്ങളിൽ കൊടുക്കേണ്ടതില്ല. ഇനി എത്ര വർഷമുണ്ട്? 2 വർഷം. അപ്പം ഇതാണ് ഇനി നമുക്ക് കിടക്കുന്നത്. സോ 64.50 മൈനസ് 15 യൂണിറ്റാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, 100 യൂണിറ്റ് ഇത് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ 100 യൂണിറ്റോടെ നമ്മൾ അടച്ചു. ഇനിയുള്ള 2 വർഷത്തെ പലിശ ഇതിൽ നിന്ന് കുറയ്ക്കുക. സോ അതിൻ്റെ ഫലമായിട്ട് 5% ഓഫ് 100 യൂണിറ്റ് ആണ്. അത് 2 ആണ്. സോ അതിൻ്റെ ഫലമായിട്ട് 64.50 മൈനസ് 15 യൂണിറ്റ് മൈനസ് ഇത്ര 10% ഓഫ് 100 യൂണിറ്റ്, അതായത് 10 യൂണിറ്റ്. ഓക്കെ, ഇനി 3ാമത്തെ വർഷം നമ്മൾ 100 യൂണിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ പ്രത്യേകത? അടച്ച തുകയുടെ പലിശ പിന്നീടുള്ള വർഷങ്ങളിൽ കൊടുക്കേണ്ടതില്ല. അതുമായിട്ട് ഇനി നമ്മൾ കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമേ നമുക്കുള്ളൂ. എന്നാലും നമ്മൾ കുറച്ച് കൊടുത്താൽ മതി. എന്തായാലും 6450 രൂപ കൊടുക്കേണ്ട കാര്യമില്ല. സോ ഇത്രയും പൈസ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 100 വീണ്ടും കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇനി എത്ര വർഷമുണ്ട്? അടച്ച തുകയുടെ പലിശ പിന്നീടുള്ള വർഷങ്ങൾ കൊടുക്കേണ്ടതില്ല. അപ്പോൾ 1 വർഷത്തെ പലിശ കൊടുക്കേണ്ട. സോ അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്. സോ അത് ഇതിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും 64.50 മൈനസ് 15 യൂണിറ്റ് മൈനസ് 10 യൂണിറ്റ് മൈനസ് 5 യൂണിറ്റ്. അവസാന വർഷം വീണ്ടും 100 യൂണിറ്റ് കൊടുക്കുകയാണ്. അടച്ച പൈസയുടെ തുക പിന്നീടുള്ള വർഷങ്ങൾ കൊടുക്കേണ്ടതില്ല. ഇനി പിന്നീട് വർഷമുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവസാനം നമ്മൾ ഈ ഈക്വലായിട്ട് അടച്ച എമൗണ്ട് എന്ന് പറയുന്നത് ഈ പൈസയ്ക്ക് തുല്യമായിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈക്വലായിട്ട് കൊടുത്ത പൈസ യഥാർത്ഥത്തിൽ ഇതാണ്. ഇപ്പം ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. ബാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം നമ്മൾ 100 യൂണിറ്റ് അടയ്ക്കുന്നു. അടച്ച തുകയുടെ പലിശ പിന്നീടുള്ള വർഷങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 3 വർഷത്തെ പലിശ നമ്മൾ ഈ ഒരു എമൗണ്ടിൽ നിന്നും നമുക്ക് അടച്ചു തീർക്കാനുള്ള എമൗണ്ടിൽ നിന്നും കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതായിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റും ഇല്ല. നമ്മൾ വീണ്ടും ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വീണ്ടും അടുത്ത് നമ്മൾ 100 യൂണിറ്റ് കൊടുക്കുന്നു. അപ്പോൾ എന്ത് പറ്റി? ഇത് അടച്ച തുകയുടെ പലിശ പിന്നീടുള്ള വർഷങ്ങൾ കൊടുക്കേണ്ട. സോ ഈ 2 വർഷത്തത് ഇതിൻ്റെ പലിശ നമ്മൾ ഇനി കൊടുക്കേണ്ട. സോ അതിൻ്റെ ഫലമായിട്ട് 6450 മൈനസ് 15 യൂണിറ്റ് ഇത് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. മൈനസ് ഇതിൻ്റെ 2 വർഷത്തെ പലിശ, അതായത് 10 യൂണിറ്റ്. അതാണ് ഇതായി വന്നിരിക്കുന്നത്. ഇനി 3ാമത്തെ വർഷം നമ്മൾ 100 യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. അടച്ച പൈസയുടെ തുക പിന്നീടുള്ള വർഷങ്ങൾ കൊടുക്കേണ്ടതില്ല. സോ അതിൻ്റെ ഫലമായിട്ട് 5% ഓഫ് 100 യൂണിറ്റ് 5 യൂണിറ്റ് ഇത്രയും നമ്മൾ കൊടുക്കണം. 4ാമത്തെ വർഷം വീണ്ടും നമ്മൾ 100 യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. സോ അതിന് പ്രത്യേകിച്ച് ഇവിടെ കുറവുകളൊന്നും നമുക്ക് എഫക്റ്റുകളൊന്നും വരുന്നില്ല. അതായത് അത് അടച്ച പൈസയുടെ തുക പിന്നീടുള്ള വർഷങ്ങൾ കൊടുക്കേണ്ടതേ ഉള്ളൂ. പിന്നീട് വർഷങ്ങളില്ലാത്തതുകൊണ്ട് ആ തുക നമ്മൾ അടച്ചാലും നമ്മുടെ എമൗണ്ടിലോട്ട് അതിനൊരു എഫക്റ്റ് ഇല്ല എന്നേ പറയാൻ പറ്റൂ. സോ അതിന് ഇതിനകത്തൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ അതിന് കഴിവില്ല. അപ്പം മൊത്തം നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇത്രയും പൈസ 400 യൂണിറ്റ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകും.
സോ ആ 400 യൂണിറ്റ് എന്ന് പറയുന്നത് സോൾവ് ചെയ്യാം നമുക്ക്. 400 യൂണിറ്റ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോയി. അതാണ് ഈ 64.50 മൈനസ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 30. സോ 30 യൂണിറ്റ്. ഓക്കെ, അത് പുറത്ത് വരുമ്പോൾ 430 യൂണിറ്റ്. അതാണ് 64.50. അവിടെ 1 യൂണിറ്റ് 64.50/430 ചെയ്യുമ്പോഴത്തേക്കും അതൊരു യൂണിറ്റ്. നമുക്ക് വേണ്ട എത്ര യൂണിറ്റ് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള 100 യൂണിറ്റ്. സോ 100 യൂണിറ്റ് 64.5/43 ചെയ്യുമ്പോൾ നമുക്ക് 1500 കിട്ടും. സോ 1500 ഇവിടുത്തെ ഉത്തരം. സോ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കൺസെപ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷവും നമ്മൾ ഈക്വൽ ആയിട്ട് എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ച തുകയുടെ പലിശ പിന്നീടുള്ള വർഷങ്ങളിൽ കൊടുക്കേണ്ട. സോ അതുകൊണ്ട് തന്നെ 6450 നിന്നും 3 വർഷത്തെ പലിശ കുറച്ചു. രണ്ടാമത്തെ വർഷം വീണ്ടും നമ്മൾ 100 യൂണിറ്റ് കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും എന്ത് കുറയ്ക്കുന്നു? 2 വർഷത്തെ ഈ 100 യൂണിറ്റിന്റെ പലിശ കുറയ്ക്കുന്നു. വീണ്ടും 3ാമത്തെ വർഷം കൊടുക്കുമ്പോൾ അതിൽ നിന്നും 1 വർഷത്തെ പലിശ കുറയ്ക്കുന്നു. അടുത്ത വർഷം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മളുടെ കൊടുക്കേണ്ട തുകയിൽ വലിയ എഫക്റ്റുകളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കൂടെ നമ്മൾ ഇൻസ്റ്റാൾമെന്റായി കൊടുത്ത പൈസ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു കൺസെപ്റ്റ് വഴി നമ്മൾ എഴുതുന്നതാണ്. സോ അവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1 യൂണിറ്റിന്റെ വാല്യൂട്ട് വരും. അവിടെ നമ്മൾ 100 യൂണിറ്റിന്റെ വാല്യൂട്ട് എത്താൻ പറ്റും. ഒരു 31,500 ലോൺ എടുക്കുകയാണ്. എന്നിട്ട് 10% ആണ് അവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 2 വർഷം കൊണ്ട് അടച്ചു തീർക്കുകയാണ്. സോ എത്രയായിരിക്കും ഇൻസ്റ്റാൾമെന്റ്? ദിസ് ഇസ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം നമ്മൾ 31,500 ആയിരിക്കും. അപ്പം ആദ്യത്തെ വർഷം നമ്മൾ എത്ര രൂപ അടയ്ക്കണം? ആദ്യത്തെ വർഷം നമ്മൾ അടച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ അടയ്ക്കണം? ഈ 31,500ന്റെ 110%, അഥവാ 31,500ന്റെ 110% ആയിരിക്കും ആദ്യത്തെ വർഷം നമ്മൾ കൊടുക്കേണ്ട തുക. ഇത് നമ്മൾ ഓരോ വർഷം കണക്ക് വെച്ചിട്ടാണ് ഇതിന്റെ കൺസെപ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 35 രൂപ കടം വാങ്ങി ആദ്യത്തെ വർഷം അക്കോർഡിംഗ് ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഒന്നാമത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ഇത് തന്നെ. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ച് പറയുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ കേൾക്കാം. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 110%. ഇത്രയായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല, ഇത്രയായിരിക്കും എമൗണ്ട് ആയിട്ട് വന്ന് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ ഈ പൈസ കൊടുക്കണം. പക്ഷേ ആദ്യത്തെ വർഷം നമ്മളിപ്പം 1 വർഷം 2ാമത്തെ വർഷം നമ്മൾ 2 വർഷം അടച്ചു തീർക്കുകയാണ്. അതിന് ഫലമായിട്ട് നമ്മൾ X രൂപയാണ് ഫസ്റ്റ് ഇയർ കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ഇയർ നമ്മൾ X രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ടിൽ നിന്നും X രൂപ കുറയും. നമ്മൾ തൊട്ട് മുന്നേ സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് ആ 6480 എമൗണ്ട് ആണ്. സോ എമൗണ്ടിൽ നിന്ന് കുറയും. സെയിം ഇവിടെയും എമൗണ്ടിൽ നിന്ന് കുറയും. സോ എമൗണ്ടിൽ നിന്ന് കുറയും. നമ്മൾ എമൗണ്ടിൽ നിന്ന് X രൂപ. ഇനി ഇതാണ് എമൗണ്ട്. നമുക്കറിയാലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അടുത്ത വർഷം ഈ എമൗണ്ടിന് മേലാണ് പലിശ കണക്കാക്കുന്നത്. സോ 2ാമത്തെ വർഷം ഈ വന്ന എമൗണ്ടിൽ ഇതിന്റെ 110/100 ഇതാണ് 2ാമത്തെ വർഷം കൊടുക്കാനുള്ള തുക. അപ്പോൾ 2ാമത്തെ വർഷം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു, തീരുന്നു. അതിനർത്ഥം ഇത് തന്നെയാണ് കൊടുക്കുന്ന തുക. ഇറ്റ് ഈസ് ഈക്വൽ ടു X. ഇതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ Xന്റെ വാല്യൂ 18,150 എന്ന് വരും. സോ ഒരു കൺസെപ്റ്റാണ് നമുക്ക് കുറച്ചുകൂടെ വേണ്ടത്. 31,500 നമ്മൾ കടം മേടിച്ചത്. അപ്പം ആദ്യത്തെ വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ എമൗണ്ട് തിരിച്ചടയ്ക്കണം. പക്ഷേ ആ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്തു? X രൂപ തിരിച്ചു കൊടുത്തു. സോ അതിന്റെ ഫലമായിട്ട് സക്സസീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അടുത്ത വർഷം ഉപയോഗിക്കുന്നത് ഇതാണ്. സോ അടുത്ത വർഷം അതിന്റെ 110% ആ വർഷം നമ്മൾ എന്ത് കൊടുക്കണം? ഇത്രയും എമൗണ്ട് കൊടുക്കണം. സോ ആ വർഷം കൊണ്ട് തീരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന Xും ഇതും തുല്യമാണ്. സോ അവിടെ നിന്നാണ് ഇത് വന്നത്. ഇനി 3 വർഷം കൊണ്ടായിരുന്നെങ്കിലോ? 3 വർഷം കൊണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ വർഷം 31,500 × 110/100 ഇതാണ് ഒന്നാമത്തെ വർഷം ഉണ്ടാകുന്ന എമൗണ്ട്. നമ്മൾ X കൊടുക്കുന്നത് കൊണ്ട് തന്നെ 31,500 മൈനസ് 110/100 ഇൻറ്റു 110/100 ഇതായിരുന്നു. സോ ഇതാണ് ഒന്നാമത്തെ വർഷം വന്ന് നടക്കുന്ന എമൗണ്ട്. ഇതിൽ നിന്ന് നമ്മൾ X കൊടുക്കുന്നതുകൊണ്ട് അത് മൈനസ് ചെയ്യാം. 2ാമത്തെ വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ എമൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഫലമായിട്ട് ആ വർഷം ഇതായിരിക്കും നമ്മൾ കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത്. അപ്പം ആ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നു? സക്സസീവായിട്ട് കൊടുക്കുകയാണ്. സോ അതിന്റെ ഫലമായിട്ട് ആ വർഷം നമ്മൾ X കൊടുക്കുന്നു. സോ X കൊടുക്കുന്ന ഫലമായിട്ട് ആദ്യം ഇതിന് കുറയും. എന്നിട്ട് ആ 3ാമത്തെ വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന്റെ 110/100 ആണ്. എന്നിട്ട് അവസാന വർഷം നമ്മൾ കൊടുത്ത് തീർക്കുകയാണ്. സോ അതിന്റെ ഈ പൈസ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന തുക. സോ അതിന്റെ ഇവിടെ നമ്മൾ X സോൾവ് ചെയ്ത് തീർക്കണം. ഇതാണ് നമ്മൾ എടുത്ത പൈസ. സോ അത് 1 വർഷം കഴിയുമ്പോൾ 110% അതിന്റെ നമ്മൾ കൊടുക്കണം. അതാണ് നമ്മൾ ഒന്ന് നേരെ സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞ പോലെ 55,375 നമ്മൾ 6,450 രൂപയായിട്ട് മാറും. അതുപോലെ 31,500 ഈ 31,500 × 110/100 ചെയ്യുന്ന അത്ര എമൗണ്ട് ആയിട്ട് മാറും. പക്ഷേ ആ എമൗണ്ട് ആ വർഷം കൊടുക്കണം. നമ്മളത് ഫുൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ X കൊടുക്കുന്നുള്ളൂ. സോ അടുത്ത സക്സീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആ എമൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് വെച്ച് സക്സീവ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയതുകൊണ്ട് ആ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നു? X തന്നെ കൊടുക്കുന്നു. സോ അതോടെ നമ്മുടെ പരിപാടി തീരുകയാണ്. സോ അതിന്റെ ഫലമായിട്ട് കൊടുത്ത Xും ഈ വാല്യൂ തുല്യമാണ്. സോ അവിടെ നമുക്ക് X കിട്ടും. ഇത് 3 വർഷത്തെ കണക്കാണെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെ 31,500 × 110/100 ആദ്യത്തെ വർഷം നമ്മൾ കൊടുക്കണമായിരുന്നു. X കൊടുക്കുന്നു. അപ്പോൾ അടുത്ത വർഷം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആ തുക മൈനസ് X ഇതിന്റെ 110% ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ വർഷം ഇത് കൊടുത്തിരുന്നെങ്കിൽ പരിപാടി കഴിഞ്ഞാൽ. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്നില്ല, പകരം ഒരു X ആണ് കൊടുക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ടുള്ള വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ തുക മൈനസ് X ഇത്രയും ഉപയോഗിക്കും. അതിന്റെ 110% ആയിരിക്കും വന്നിരിക്കുന്നത്. അവസാനത്തെ അളവുകൊണ്ട് അത് നമ്മൾ കൊടുത്തു തീർന്നു. സോ അതിന്റെ ഫലമായിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന X എന്ന് പറയുന്നത് ഈ ഇത്രയും എമൗണ്ട് തുല്യമാണ്. സോ അവിടെ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? X. സോ ഈ ടോട്ടൽ ദിവസം നോക്കുമ്പോൾ എ മണി ബോറോഡ്, അതായത് 4,500 രൂപ മേടിച്ചു. എന്നിട്ട് 20% അടുത്ത പലിശ നിരക്ക്. എന്നിട്ട് 1,500 2 ഈച്ച് ഇയറിൽ 1,500 വെച്ച് 2 ഇയർ വെച്ച് കൊടുത്തു. ഇനി എത്രയും കൂടെ കൊടുത്താൽ 3 വർഷം കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കൺസെപ്റ്റാണ്. കാരണം ഇതിപ്പോൾ നമുക്ക് ഫോർമുല ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഓരോ വർഷവും ഓരോ ഇൻസ്റ്റാൾമെന്റ് ഈക്വൽ ഇൻസ്റ്റാൾമെന്റിൽ പകരം ഓരോ വട്ടവും ഓരോ എമൗണ്ട് അടയ്ക്കുകയാണ്.
സോ അത് ഫലമായിട്ട് നമുക്കറിയാം ആദ്യത്തെ വർഷം ഇത് 4500 എടുത്തു. സോ ആദ്യത്തെ വർഷം 120% ഇത്രയായിരുന്നു ആദ്യത്തെ വർഷം ഈ പൈസ കൊടുത്ത പരിപാടി കഴിഞ്ഞു. പക്ഷെ ആദ്യത്തെ വർഷം ഇത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇതിനകത്ത് 1500 രൂപ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വന്നു. സോ ഈ പൈസ കൊടുത്തത് ഈ കുഴപ്പമില്ല, ഒരു പരിപാടിയില്ല. ഒന്നാമത്തെ വർഷം തന്നെ നമ്മുടെ പരിപാടിയെല്ലാം കഴിയും. അല്ല, ഈ ഒന്നാമത്തെ വർഷം ഇത്ര രൂപ കൊടുക്കുന്നതിന് പകരം 1500 രൂപ കൊടുക്കുന്നു. സോ അതിന്റെ ഫലമായിട്ട് ഇനി എത്ര രൂപയുണ്ട്? 3900. ഇനി അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കുന്ന ഈ 3900 ആണ്. സോ അടുത്ത വർഷം 3900ന് 120/100 ഒരു വർഷം, ഫസ്റ്റ് വർഷമാണ് പറയുന്നത്, സെക്കൻഡ്. സോ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വർഷം ഈ പൈസ നിൽക്കുകയാണ്. രണ്ടാമത്തെ വർഷം ഈ പൈസ കൊടുത്താലും കുഴപ്പമില്ല, പരിപാടി രണ്ടാമത്തെ വർഷം കൊണ്ട് തീരും. അപ്പോൾ രണ്ടാമത്തെ വർഷം ഇത് കൊടുക്കുന്നില്ല, പകരം 1500 കൊടുക്കുന്നുള്ളൂ. അതിന്റെ ഫലമായിട്ട് 3180 വന്നിപ്പോണ്ട്. സോ അടുത്ത വർഷം കാൽക്കുലേറ്റ് ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഫലമായിട്ട് അപ്പം ഈ വർഷം ഇത് വന്ന് നിൽക്കുകയാണ്. സോ ഇതിന്റെ കൂട്ടത്തിൽ അപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എത്ര കൊടുത്താൽ തീരും? 3816 രൂപ ഇവിടെ കൊടുത്താൽ കാര്യം ഇവിടെ ഈ ഒരു വർഷം കൊണ്ട് എല്ലാ പരിപാടിയും കഴിയും. ഇത്രേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഒന്നാമത്തെ വർഷം 5400 കൊടുത്തെങ്കിൽ ഇവിടെ തന്നെ കാര്യങ്ങൾ കഴിഞ്ഞാൽ, പക്ഷെ കൊടുത്തില്ല, പകരം 1500 കൊടുത്തോളൂ. സോ അതിന്റെ ഫലമായിട്ട് 3400 എന്ന് വന്ന് കിടന്നു. ഓക്കെ, അടുത്ത വർഷം 3900 വന്ന് കിടന്നു. 3900ന്റെ 107% ആയിട്ടുള്ള 4680 കൊടുത്താൽ ഈ രണ്ടാമത്തെ വർഷം പരിപാടി കഴിയും. അപ്പോഴും കൊടുത്തില്ല, 1500 കൊടുത്തോളൂ. അങ്ങനെ 3180 ഇപ്പോൾ മുതലായിട്ട് നിൽക്കുന്നത്. സോ അതിന്റെ 101% എന്ന് പറയുന്നത് 3816 മൂന്നാമത്തെ വർഷം കൊടുത്താൽ കാര്യം കഴിയും. ഇനി അതും കൊടുത്തില്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, certain sum of money, simple interest for 2 years എന്നിട്ടുണ്ട്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത്. സോ ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് ട്രീ മെത്തേഡ് ചെയ്യാം. ട്രീ മെത്തേഡ് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കുക, ഏതോ ഒരു പ്രിൻസിപ്പിൾ നമുക്കറിയില്ല, അതിന് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ് 120. സോ ഒരു വർഷത്തായിരിക്കും 80. ഇങ്ങനെയാണ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഈ കോളത്തിൽ വരുന്നത്, അത്രയും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ 2 വർഷമാണ് 80 160 80. ഇത് നമ്മൾ ട്രീ തന്നെ അറിയിക്കാം. എന്താ നമുക്കിത് പറയുന്നത്, ഇവിടെ ശതമാനം തന്നിട്ടുണ്ട് 5%. സോ അടുത്ത ട്രീ രണ്ടാമത്തെ വർഷം ഞാൻ വരയ്ക്കാം. ഇവിടുന്ന് 5% വരയ്ക്കാം. 80ന് 5% എന്ന് പറയുന്നത് 4ആണ്. സോ ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, എല്ലാം കൂടെ കൂട്ടുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വന്നേ? 164. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 80 160. 160 164 4 ആയിരിക്കും എന്നു പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4ആണ്. ഓക്കെ, ഇനി സോ ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 6th ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ അത് നമുക്ക് 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 832 ആണെന്ന്. അത് കണക്ക് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഒരു പ്രിൻസിപ്പൾ ഉണ്ട്, അതിന് 2 വർഷത്തേക്കാണ് 800. അപ്പോൾ ഒരു വർഷം 400. സോ ഇങ്ങനെ എഴുതുന്ന ഇങ്ങനെ ഒരു കോളം പോലെ എഴുതാം. നമുക്ക് ഇവിടെ ഇത് ഒന്നാമത്തെ വർഷം, ഇത് രണ്ടാമത്തെ വർഷം. ഇങ്ങനെ കോളം പോലെ ഫസ്റ്റ് കോളം നോക്കുവാണെങ്കിൽ അത് എന്തുമായിരിക്കും? അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ നോക്കാം, ഇത് ഫസ്റ്റ് വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സെക്കൻഡ് വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ എഴുതുക, ഇങ്ങനെ നമ്മൾ 400 ഇങ്ങനെ എഴുതി പോത്തുള്ളൂ. സോ 400. അങ്ങനെ 2 വർഷം കൊണ്ട് 800. ഇനി എന്ന് പറഞ്ഞാൽ 2 വർഷം 32 രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 832. 800 തന്നെ ഇവിടെ വന്നു. 2 വർഷം ആയതുകൊണ്ട് ഇവിടെ ഇനി ഇവിടെ ഒരു ഡേറ്റ് കൂടെ എഴുതാനുള്ളൂ. ഇവിടെ ഒരു ഡേറ്റ് കൂടെ എഴുതാനുള്ളൂ. ഇത്രയും കൂട്ടുമ്പോൾ തന്നെ 800 വരുന്നുണ്ട്. 832 വരേണ്ടത്. ഇവിടെ ഡേറ്റ് കൂടെ എഴുതാനുള്ളൂ. അപ്പോൾ ഏത് വരും? ഇവിടെ 32 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഫസ്റ്റ് സെന്റൻസ് കിട്ടി. ഞാൻ ചോദിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 years, 3 വർഷം കേസ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ആ ഒരു ഡേറ്റിൽ നിന്ന് എഴുതാണ്. ഇനി ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. 3 വർഷമാണ് നമുക്ക് ചോദിക്കുന്നത്. സോ അതിന്റെ ഫലമായിട്ട് ഇത് ഒന്നാമത്തെ വർഷം 3 പറഞ്ഞ വർഷം വരും. അതിന്റെ ഫസ്റ്റ് ടൈം എന്തായിരിക്കും? ഈ 400 തന്നെയായിരിക്കും. എല്ലാത്തിനും ഫസ്റ്റ് 400 തന്നെയായിരിക്കും. ഇനി അറിയാലോ, ഇവിടെ എങ്ങനെ ഡേറ്റ് എഴുതുന്നത്? ഇതിന്റെയും നിന്നും 6% ഓഫ് ഇതും, അതായത് നമുക്ക് റേറ്റ് ഒരു പറയും. സോ റേറ്റ് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്തായാലും ആ റേറ്റിന്റെ അത്രയും ശതമാനം ഈ 400ന്റെയും, ആ റേറ്റിന് അത്രയും ശതമാനം ഈ 400 കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നതാണ് ഇവിടെ വരുന്നത്. പക്ഷേ ആ റേറ്റ് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് ട്രിക്കൊന്നുമല്ല. നമുക്ക് നമ്മൾ ഈ 400 നമ്മളിവിടെ ഇതിന്റെ 6 കണ്ടുപിടിച്ചാൽ വരുന്നത്. സോ ഈ പ്രിൻസിപ്പിൾ നമുക്ക് അറിയത്തില്ല. അങ്ങനെ പ്രിൻസിപ്പിളിന്റെ എത്ര ശതമാനം നോക്കി നമുക്ക് 6 കണ്ടുപിടിക്കാനും ഇത് നമുക്ക് കണ്ടുപോകണം. പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ ഈ 2 ടേം ഇവിടെ 400 നിന്ന് 32 എഴുതുന്നു. ട്രീ മെത്തേഡ് നോക്കുമ്പോൾ മനസ്സിലാവും 400 നിന്ന് 32 എഴുതുന്നു. നമ്മൾ 6% എടുത്തിട്ടാണ്. സോ അപ്പോൾ നമുക്ക് വാട്ട് പെർസെന്റേജ് ഓഫ് 400 is 32 നോക്കുക. അതായത് 32 400 എത്ര ശതമാനമാണ്? സോ 3% എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ 8 കിട്ടും. സോ അതിന്റെ ഫലമായിട്ട് 8 ആണ് ഇവിടുത്തെ 6. സോ അതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ 8% കണ്ടുപിടിക്കുക, ഇവിടുത്തെ 8% കണ്ടുപിടിക്കുക, രണ്ടോട് ആഡ് ചെയ്യാം. 400 8% എന്ന് പറയുന്നത് ഓക്കെ, 400 8% കണ്ടുപിടിക്കുക. അതിനൊക്കെ ഇവിടുത്തെ 400 8% ആഡ് ചെയ്ത് വയ്ക്കുക. സോ അതിന്റെ ഫലമായിട്ട് 64 വരും. ഓക്കെ, 8% കണ്ടുപിടിക്കുക. സോ അതിന്റെ ഫലമായിട്ട് 4 × 8 32 ആണ് എന്ന് പറയുന്നത് ഒരെണ്ണം. പക്ഷെ നമുക്ക് 32 + 32 64 വേണം ഇവിടെ എഴുതാൻ. ഇനി അവസാന സ്റ്റെപ്പ് എന്താ? 3 വർഷം ആയതുകൊണ്ട് ഇവിടെയും കൂടി ഡേറ്റ് എഴുതാനുണ്ട് ലാസ്റ്റ് ഡേറ്റ്. അത് ഇതിന്റെയും എന്തായിരിക്കും? 6%. 32ന്റെ 6%. 32ന്റെ 6 ഞാൻ പറയുന്ന 6 ആണ്, മറ്റേ 6 അല്ല, ഇത് 6. 32ന്റെയും റേറ്റിന്റെ ശതമാനം. സോ ഇവിടെ റേറ്റ് 8 ആയതുകൊണ്ട് 32ന്റെ 6% അത് 8%, 2.56. ഇതാണ് നമ്മുടെ ടേബിൾ. ഇവിടെ ഡിഫറൻസ് ഓഫ് കോമൺ ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും കോമൺ ഇൻട്രസ്റ്റ് നമ്മുടെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതൊക്കെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കിടക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ഫിഗറിൽ നിന്ന് ഞാൻ കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു ഫിഗർ ഇപ്പം നോക്കാം, ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 32 + 64 + 32 64 അതിനൊക്കെ 2.56 കൂടെ ആഡ് ചെയ്യുമ്പോൾ 98.56 കിട്ടും. സോ അതാണ് ഇവിടെ ഡിഫറൻസ്. സോ ട്രീ മെത്തേഡിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ട്രീ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? ട്രീ മെത്തേഡിനകത്ത് ഫസ്റ്റ് വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് നടക്കുന്നു, ഫസ്റ്റ് വർഷത്തെ സെക്കൻഡ് വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് നടക്കുന്നു. ഇങ്ങനെ റോ പോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷത്തെ കോമൺ ഇൻട്രസ്റ്റ് കിട്ടും. സോ ഇവിടെ ഇത് 400 ആദ്യത്തെ വർഷത്തെ കോമൺ ഇൻട്രസ്റ്റ്. അത് പിന്നെ കോമൺ ഇൻട്രസ്റ്റ് ഫസ്റ്റ് വർഷം കോമൺ ആയാലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആയാലും രണ്ടാമത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് പോലുള്ള എമൗണ്ട് പ്ലസ് ഇത്ര എമൗണ്ട് കിട്ടും കോമൺ ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ. തേർഡ് വർഷം ഇത്രയും കിട്ടും കോമൺ ഇൻട്രസ്റ്റ്. ഇനി ഈ കോളം എന്താ? ഈ കോളം ഓരോ വർഷം കിട്ടും സിമ്പിൾ ഇൻട്രസ്റ്റാണ്. ഇനി നമുക്ക് ഈ കോളത്തിൽ നിന്നും ഈ ഇത്രയും പാർട്ട്, അത് ഇവിടുത്തെ കേസ് ഈ 4 എന്ന് പറയുന്നതൊക്കെ
SI മൈനസ് CA തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കിടക്കുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും ഇവിടെ വെച്ച്.